ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2019 ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയായിട്ട് പുറത്തിറങ്ങിയ വാലന്റ് വാലി ഓഫ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു ഹംഗേറിയൻ ക്രൈം ത്രില്ലർ മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. 22 വർഷങ്ങളായിട്ട് കാണാതായിട്ടുള്ള തൻ്റെ സഹോദരി, അല്ലെങ്കിൽ വേണ്ട ഓൺലൈൻ പറയുന്നില്ല, എന്തായാലും കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് മിസ് ചെയ്യാതെ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം. ഈ ഒരു മൂവിയുടെ തുടക്കത്തിലെ വാലൻ എന്ന് പറഞ്ഞൊരു വലിയ നഗരം, അവിടെയുള്ള ഒരു സ്കൂളിലെ ഒരു ചെറിയ പയ്യൻ തൻ്റെ കൂട്ടുകാരായിട്ട് കളിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതേസമയം തന്നെ കുറേ ദൂരെയായിട്ട് ആ ഒരു പയ്യന്റെ സഹോദരി ഇങ്ങനെ കിടക്കുന്നു, അത് മഞ്ഞിൽ. എന്താണെന്നറിയാൻ വേണ്ടി ഇവൻ ഓടി അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൾ ഈ മഞ്ഞിൽ കിടന്നിട്ട് ഈ മാലാഖയെ പോലെ ഇങ്ങനെ ചിറക് കൈകൊണ്ട് ഇങ്ങനെ വരച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, അല്ല നിനക്കെന്ത് പറ്റി, നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ഇല്ല, എനിക്കൊന്നും കുഴപ്പമില്ല, അതുപോലെ എനിക്കിനി ഉടനെ തന്നെ പറക്കാൻ കഴിയും എന്നെല്ലാം അവൾ എന്തൊക്കെയോ കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു ചെറിയ പയ്യനാണെങ്കിൽ അതൊന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ ആ ഒരു സീൻ കട്ട് ചെയ്ത് ഇപ്പോൾ ആ ഒരു പയ്യൻ വളർന്നു കഴിഞ്ഞ് 22 വർഷങ്ങൾക്ക് ശേഷം കാണിക്കുമ്പോൾ ഇതാണ് നമ്മുടെ ഈ മൂവിയിലെ ഹീറോ പീറ്റർ. അവനൊരു പോലീസുകാരനാണ്. ഇപ്പോൾ കാണിക്കുമ്പോൾ പീറ്റർ അവന്റെ കൂടെയുള്ള ജോൺ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. ഇവന്റെ പേര് സത്യത്തിൽ ഇതല്ല. ഈ ഒരു ഹംഗേറിയൻ ഭാഷയിൽ ഇവരുടെ ആ ഒരു സ്ലാങ്ങിൽ പറയുമ്പോഴത്തേക്ക് സത്യം പറയലോ ആ ഒരു പേരൊന്നും വായിൽ കിട്ടുന്നില്ല. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലുള്ള പേരുകളായിരിക്കും ഞാൻ ചിലർക്കെല്ലാം കൊടുക്കുന്നത്, എല്ലാവർക്കും അല്ല, ചിലർക്ക്. അങ്ങനെ ജോണുമായിട്ട് എന്തോ ഒരു കാര്യം സംസാരിച്ച് വലിയൊരു ബിൽഡിങ്ങിലെല്ലാം നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ വരികയാണ്. എന്നിട്ട് രണ്ടുപേരും ആ ഒരു വാനിൽ നിന്ന് ഇറങ്ങി ആ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറി പോകുന്നു. കുറച്ച് മുകളിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരാൾ ഇരിപ്പുണ്ട്. അയാളാണെങ്കിൽ ഇവരെ തടഞ്ഞു വെച്ചിട്ട് കത്തിയോ മറ്റായുധങ്ങളോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. ഒന്നുമില്ല എന്നറിയുന്നതും ഇവരെ രണ്ടുപേരെയും വേറെടുത്തും വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നു. അപ്പോൾ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കാണ് ആ ഒരു മുട്ടത്തലയും പറയുന്നത്, നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും സെലക്ട് ചെയ്യാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി ഒരാളാണ് എന്ന് പറയുമ്പോൾ പീറ്റർ പറയും, ഇവനായിട്ട് പങ്കിടാനായിട്ട് എന്നെ കൊണ്ട് കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ശരിയെന്നും പറഞ്ഞ് നമ്മുടെ ജോൺ ഉണ്ടല്ലോ, അവനെ ഒരു റൂം തുറന്നിങ്ങനെ കാണിക്കുന്നതും അതിനകത്തൊരു പെൺകുട്ടി ഇങ്ങനെ കിടക്കാണ്. ഇത് വേറെ ഒന്നുമല്ല, ഒരു വേശ്യാലയമാണ്. ഇതിനകത്ത് ഒരുപാട് പെൺകുട്ടികളുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഇവർ രണ്ടുപേരും വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയെ അടുത്തൊരു റൂമിനെ തുറന്ന് കാണിച്ചു കൊടുക്കുന്നതും അതിനകത്താണെങ്കിൽ ഒരു തടിയുള്ള ഒരുത്തൻ ഒരു പെണ്ണിന്റെ ദേഹത്ത് കയറി ഇരുന്നിട്ട് അവളെ ഉപദ്രവിക്കുകയും കൂടി ചെയ്യാണ്. ഈ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ വന്നു കഴിഞ്ഞാൽ അത് മാത്രം ചെയ്തിട്ട് പോയാൽ പോരെ, യുവമാരെന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? അങ്ങനെ ആ ഒരു മുട്ടയായാലും ഇതിനകത്ത് ആളുണ്ടെന്നും പറഞ്ഞ് കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ നമ്മുടെ പീറ്റർ ആ ഒരു റൂമിന് മുന്നിലായിട്ട് തന്നെ നിൽക്കാണ്. കാരണം ആ ഒരു റൂമിനകത്ത് കിടക്കുന്ന പെൺകുട്ടി ഒരുപാട് കരയുന്നുണ്ട്. ഇത് ഒരുപാട് നേരം കേട്ട് നിന്ന് അവസാനം സാഗിയിട്ട് ഹീറോ ആ ഒരു ഡോറും ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെന്ന് ആ ഒരു തടിയനെ പിടിച്ച് നല്ലതുപോലെ ഇടിക്കും. സത്യം പറയാലോ ആഗ്രഹിച്ച കാര്യം മനസ്സുകൊണ്ട്. അങ്ങനെ അവനിട്ട് ഒരുപാട് അടിയെല്ലാം അടിച്ച് ആ ഒരു സമയത്ത് പുറത്തേക്ക് പോയ ആ ഒരു മുട്ട ഓടി വന്ന് ഹീറോയെ പിടിച്ച് താഴേക്ക് വീഴുന്നു. അതേസമയം അടുത്ത റൂമിൽ നിന്നും നമ്മുടെ ജോൺ ആയാലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ജോണിന്റെ കയ്യിൽ തോക്കുണ്ട്. അപ്പോൾ ഈ ഒരു മുട്ടയാണെങ്കിലോ ജോണിന്റെ കാലിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ അവരുടെ ആളുകളെല്ലാം അവിടേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി എല്ലാവരെയും ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഹീറോ നേരെ അകത്തേക്ക് വന്ന് ആ ഒരു പെൺകുട്ടിയോട് ചോദിക്കും, അല്ല നിന്റെ പേരെന്താ? ഓനാ, നിനക്ക് എത്ര വയസ്സുണ്ട്? 14. അപ്പോഴായാലും ആ ഒരു പെൺകുട്ടി പറയുന്നുണ്ട്, പ്ലീസ് എന്നെ ഇവിടെ വിട്ടിട്ട് പോകരുത് എന്നെല്ലാം പറയുമ്പോൾ ഹീറോ പറയും, ഇല്ല നിങ്ങൾ ഉടനെ തന്നെ കൊണ്ടുപോകാനായിട്ട് ഇവിടേക്ക് ആൾ വരും എന്ന് പറയുന്ന സമയത്ത് തന്നെ ബാക്കിയുള്ള പോലീസുകാർ പെട്ടെന്ന് തന്നെ ഈ ഒരു ബിൽഡിംഗ് വളഞ്ഞിട്ട് ഇതിനകത്ത് നടക്കുന്ന ഈ ഒരു ഇല്ലീഗലായിട്ടുള്ള കാര്യം പിടിക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാല് നമ്മുടെ പീറ്ററും ജോണും ഇതിനകത്തേക്ക് വന്നത്. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞിട്ട് ഹീറോയും ജോണും നേരെ ഒരു ബാറിലേക്ക് ചെല്ലുന്നു. അപ്പോഴേക്കാണ് ജോണിനോട് ചോദിക്കുന്നത്, അല്ല ഡോക്ടർ എന്ത് പറഞ്ഞു? ഇല്ല, അത് ബുള്ളറ്റ് ജസ്റ്റ് ഒന്ന് തട്ടിപ്പോയതേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റർ ആയാലും അവിടെ ഇമോല എന്ന് പറഞ്ഞൊരു പെണ്ണുണ്ട്, അവളെ ഇങ്ങനെ വിളിക്കും. ഇത് അവന്റെ കാമുകയാണ്. അങ്ങനെ അവളായാലും വന്ന് അവന് മദ്യമെല്ലാം ഒഴിച്ചു കൊടുത്തിട്ട് ഇവർ രണ്ടുപേരും പെട്ടെന്ന് കിസ് ചെയ്യാൻ തുടങ്ങും അവിടെ നിന്നുകൊണ്ട്. ആ ഒരു സമയത്താണ് ഹീറോയുടെ അമ്മ പെട്ടെന്ന് ഫോണിൽ വിളിക്കുന്നത്. പീറ്റർ ഫോൺ എടുത്തിട്ട് എന്തു പറ്റി, ഈ ഒരു സമയത്ത് എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതുപോലെ ജൂലിയെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത്. അവർക്ക് ഇവിടെ നിന്നൊരു ശരീരം കിട്ടിയെന്നാണ് പറയുന്നത്, അത് അവരുടേതാണോ ഇല്ലയോ എന്ന് നീ ഒന്ന് പോയി പരിശോധിക്കണം. അപ്പോൾ പീറ്റർ ചോദിക്കും, അല്ല അമ്മയ്ക്ക് ഇതെങ്ങനെ ഉറപ്പ് പറയാൻ കഴിയും? ഞാൻ ഇന്നലെ കൂടി സ്വപ്നത്തിൽ കണ്ടതേ ഉള്ളൂ, നീ എന്തായാലും പോയെന്ന് പരിശോധിക്ക് എന്ന് പറയുമ്പോൾ പീറ്റർ പറയും, ഓക്കെ ഞാൻ പോയി പരിശോധിക്കാമെന്നും പറഞ്ഞിട്ട് പീറ്റർ നേരെ വെളിയിലേക്ക് വന്നിരുന്ന് കുറെ നേരം ഇങ്ങനെ ആലോചിക്കുകയാണ്. അതേസമയം കുട്ടിക്കാലത്ത് നടന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് അത് വീണ്ടും കാണിക്കുന്നുണ്ട്. പീറ്റർ തന്റെ സഹോദരിയോട് വീണ്ടും അവിടെ നിന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവളായാലും ആരുടെ പേര് പറയുന്നുണ്ട്. അവള് വ്ലാഡിന്റെ പേരാണ് പറയുന്നത്. ഇത് കേൾക്കുന്ന പീറ്റർ നേരെ ക്ലാസ് മുറിയിലേക്ക് കയറി ചെല്ലും. അപ്പോഴേക്കും വ്ലാഡ് എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ അവിടെ ഇരിപ്പുണ്ട്. ഓടിച്ചെന്ന് നീ എന്റെ സഹോദരിയെ പറയുമല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവനായിട്ട് അടിയുണ്ടാകും. ആ ഒരു സമയത്ത് അതിനകത്തേക്ക് ഇവരെ പഠിപ്പിക്കുന്ന സാറ്, ആ ഒരു സാറിന്റെ പേര് ജാനോസ് എന്നാണ്, അയാൾ അകത്തേക്ക് കയറി വന്ന്, പീറ്റർ നീ എന്താ ചെയ്യുന്നേ, വ്ലാഡിനെ എന്തിനാ അടിക്കുന്നതെന്നെല്ലാം ചോദിക്കുമ്പോൾ ഈ ജാനോസ് എന്ന് പറഞ്ഞ ഇയാളുണ്ടല്ലോ, അയാൾ നമ്മുടെ പീറ്ററിന്റെ അങ്കിളും കൂടിയാണ്. അപ്പോൾ പീറ്റർ പറയും, അതെനിക്ക് എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ ആ ഒരു അങ്കിള്
വ്ലാഡിനോട് ചോദിക്കും, വ്ലാഡ് നീ എന്ത് കാര്യമാണ് പറഞ്ഞ്, നിനക്ക് ഉറക്കെ പറയാൻ കഴിയത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ ചെവിയിൽ അത് പറയാൻ പറയുമ്പോൾ വ്ലാഡ് ആയാലും അയാളുടെ ചെവിയിൽ പറയാണ് വേറെ ഒന്നുമല്ല, ജൂലിയ അവൻ ഒരു വേശി എന്ന് വിളിച്ചു, അതുകൊണ്ടാണ് പീറ്റർ ഇപ്പോൾ വന്ന് വ്ലാഡിനെ ഇടിക്കുന്നത്. ആ ഒരു സമയത്ത് നമ്മുടെ ജൂലി ആണെങ്കിലും പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട് അവിടെ നിൽക്കാതെ. അപ്പോൾ ആ ഒരു അങ്കിൾ പറയും, ജൂലി തിരിച്ചു വന്നാൽ ഉടനെ തന്നെ നീ അവളോട് ക്ഷമ പറയണം എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ഒരു ജനാലയിൽ ആരും ഷൂട്ട് ചെയ്യുന്നൊരു ശബ്ദം. അപ്പോൾ എല്ലാ കുട്ടികളും പേടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു അങ്കിൾ പറയും, എല്ലാവരും അവിടെ തന്നെ ഇരിക്കും, ഞാൻ നോക്കാമെന്നും പറഞ്ഞ് വെളിയിലേക്ക് നോക്കുന്ന സമയത്ത് വേറെ ഒന്നുമല്ല, ഇവിടെ ഒരു ആഭ്യന്തര കലാപം നടക്കാണ്. പോലീസുകാരെല്ലാം ഈ കലാപം നടത്തുന്ന ആളുകളുണ്ടല്ലോ, അവർ തോക്കുകളായിട്ടെല്ലാം വന്ന് എല്ലാവരും വിരട്ടി ഈ ഒരു സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറക്കുന്നു. അതേസമയം തന്നെ തോക്കും കൊണ്ട് ഒരാൾ അകത്തേയും കയറി വരുന്നുണ്ട്. എന്നിട്ട് എല്ലാവരോടും വെളിയിലേക്ക് ഇറങ്ങി പോവാൻ പറയുമ്പോൾ കുട്ടികളെല്ലാവരും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മുടെ പീറ്റർ ആണെങ്കിലോ അവന്റെ സഹോദരിയായിട്ടുള്ള ജൂലിയാണ് നോക്കുന്നത്. അവള് ബാത്റൂമിൽ പോകുന്നെന്ന് പറഞ്ഞിട്ടാണ് പോയത്. പീറ്റർ ആയാലും പുറകെ ചെന്ന് അവിടെ മുഴുവനായിട്ട് അന്വേഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും എവിടെയും അവളെ കാണാൻ കഴിയുന്നില്ല. അതേസമയം തന്നെ ഇവിടെ ഒരു പള്ളിയിലെ ഫാദർ ഉണ്ട്. അയാളായാലും സ്കൂളിലേക്ക് വന്ന് ഈ ഒരു കുട്ടികളെല്ലാം വെളിയിലേക്ക് ഇറക്കുമ്പോൾ പീറ്റർ വന്നിട്ട്, ഫാദർ എന്റെ സഹോദരി ജൂലിയ അവൾ ഇതുവരെയും വെളിയിൽ വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ, ഇല്ല പീറ്റർ എല്ലാവരെയും വെളിയിൽ ഇറക്കിയിട്ടുണ്ട് എന്നും പറഞ്ഞ് ആ ഒരു ഫാദർ പീറ്ററിനെ കൊണ്ട് നേരെ വെളിയിലേക്ക് വരും. അത് കഴിഞ്ഞ് എല്ലാവരെയും ബസ്സിൽ കയറ്റിയിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ടെങ്കിലും ജൂലിയെ മാത്രം അവന് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ഇതിനുശേഷം ഈ 22 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ജൂലിയെ ഇതുവരെ അവർ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മുടെ ഹീറോയോട് അവന്റെ അമ്മ ഇപ്പോൾ വിളിച്ചു പറഞ്ഞത്, ഇതുപോലെ ഏതോ ഒരു പെൺകുട്ടിയുടെ ശരീരം കിട്ടിയിട്ടുണ്ടെന്നും അത് അവളുടേതാണോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി പോയി പരിശോധിക്കാനായിട്ട്. അങ്ങനെ ഈ ഒരു 22 വർഷങ്ങൾക്ക് ശേഷമാണ് താൻ ജനിച്ച ഗ്രാമത്തിലേക്ക് പീറ്റർ തിരിച്ചു വരുന്നത്. അപ്പോൾ ആ ഒരു സ്കൂളിന് മുന്നിലൂടെ തന്നെ നേരെ അവിടെയുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോൾ പീറ്ററിന്റെ അങ്കിളും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അങ്കിളിനെ കണ്ട് ഇത് പീറ്റർ ആണെന്ന് പറയുമ്പോൾ അങ്കിളായാലും, ഓ നീയാണല്ലേ എന്നെല്ലാം പറഞ്ഞ് ഇപ്പൊ അവിടെയുള്ള ഒരു പോലീസുകാരനുണ്ട്. അയാളാണെങ്കിൽ നല്ല രീതിയിൽ വിക്ക് ഉള്ള ഒരാളാണ്, നല്ലതുപോലെ സംസാരിക്കാൻ കഴിയത്തില്ല. അപ്പൊ അയാളോട് ചോദിക്കും, അല്ല ഓഫീസർ എന്ത് ചെയ്ത് ചോദിക്കുമ്പോൾ ഇതേപോലെ മലയുടെ മുകളിലാണെന്ന് ഇങ്ങനെ പറയും. മെഡിക്കൽ എക്സാമിനർ അവിടേക്ക് പോയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം പീറ്ററിനോട് പറയുമ്പോൾ പീറ്റർ ആ ഒരു അങ്കിളിനെയും കൂട്ടി ഈ ഒരു മലയുടെ മുകളിലേക്ക് പോവാണ്. അങ്ങനെ ഈ ഒരു സ്ഥലത്തേക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ പീറ്റർ അങ്കിളിനോട് ചോദിക്കുന്നുണ്ട്, അല്ല ജൂലി എന്തുകൊണ്ടായിരിക്കും ആ ഒരു സമയത്ത് ഇവിടേക്ക് വന്നത്? ഒരുപക്ഷെ അന്നത്തെ ആ ഒരു പേടിയിൽ അവൾ ഓടി ഇവിടേക്ക് വന്നതായിരിക്കാം, ആർക്കറിയാം എന്നെല്ലാം പറഞ്ഞ് ഇവർ രണ്ടുപേരും നേരെ ആ ഒരു മലയുടെ താഴ്വശത്തേക്ക് വരികയാണ്. അതുപോലെ നല്ലതുപോലെ മഞ്ഞ് വീണ് കിടക്കുന്ന ഒരു പ്രദേശമാണത്. അങ്ങനെ പീറ്ററും അങ്കിളും നേരെ ആ ഒരു മലയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ പോലീസുകാർ വന്നിട്ടുണ്ട്. അധികം പേരൊന്നുമില്ല, ആ ഒരു പോലീസുകാരൻ അതേപോലെ തന്നെ മെഡിക്കൽ എക്സാമിനർ, ഇവർ മാത്രം. അങ്ങനെ പീറ്ററിനെ കാണുമ്പോൾ ആ ഒരു പോലീസുകാരനായാലും പതിയെ താഴേക്കിറങ്ങി വരുന്നു. അപ്പോൾ ഈ ഒരു പോലീസുകാരനെ നമുക്ക് എന്തായാലും ഡ്രാഗോ എന്ന് വിളിക്കാം. ഡ്രാഗോസ് എന്നും കണ്ടാണ് അയാളുടെ പേര്. എളുപ്പത്തിന് നമുക്ക് ഡ്രാഗോ എന്ന് വിളിക്കാം. ഹീറോയെ കാണുമ്പോൾ നിങ്ങൾ ആരാ, എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇതുപോലെ ഞാൻ സിറ്റിയിൽ നിന്ന് വന്ന പോലീസുകാരനാണെന്ന് പറയുമ്പോൾ ഇവരെയും കാട്ടി കുറച്ചുകൂടി ഉയർന്ന റാങ്കിലുള്ള ഒരാളാണ് ഹീറോ. അതുകൊണ്ട് തന്നെ അയാൾ പെട്ടെന്ന് സല്യൂട്ട് ചെയ്തിട്ട്, ഓക്കെ സാർ, അല്ല ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ഇതെന്റെ അങ്കിളാണ്. ഓ അപ്പോൾ ഫാമിലി പരമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നമാണോ എന്ന് ചോദിച്ചിട്ട് ആ ഒരു പോലീസുകാരൻ പറയും, സോറി സാർ, ഇപ്പോൾ മുകളിലേക്ക് വേറൊരാളെ കടത്തിവിടാൻ കഴിയത്തില്ല, ഇയാളെ എന്തായാലും കൊണ്ടുപോകാൻ കഴിയത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ പീറ്ററിനെ മാത്രം മുകളിലേക്ക് കൊണ്ടുപോവാണ്. അപ്പോഴേക്കും മുകളിൽ നിന്നും ഒരുപാട് പേര് എന്തൊക്കെയോ വലിക്കുന്ന ശബ്ദമെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും മുകളിലേക്ക് ചെല്ലുമ്പോൾ ഈ ഒരു മലയുടെ മുകളിലായിട്ട് എന്തോ ഒരു വലിയ കിണറുണ്ട്. അതിനകത്ത് നിന്നാണ് ഈ ഒരു ശരീരം കിട്ടിയിട്ടുള്ളത്. അത് വൃത്തിയാക്കാനായിട്ട് വന്ന ജോലിക്കാരാണ് ഈ ഒരു ശരീരം കണ്ടതെന്നാണ് ഈ ഒരു പോലീസുകാരൻ പറയുന്നത്. അങ്ങനെ നടന്ന് മുകളിലേക്ക് ചെല്ലുന്നതും പെട്ടെന്ന് അതിലൊരാളുടെ പിടിവിട്ട് ഈ ഒരു കയർ താഴേക്ക് പോകുമ്പോൾ ഇത് കണ്ട ഹീറോ ഓടി വന്ന് ആ ഒരു കയറിൽ പിടിച്ചിട്ട് ശരീരം വലിച്ചിങ്ങനെ മുകളിലേക്കാകുന്നു. അങ്ങനെ ശരീരം ഒരു വിധത്തിലെ മുകളിലേക്ക് എടുത്ത് അത് കഴിഞ്ഞ് മെഡിക്കൽ എക്സാമിനർ വന്നിട്ട് ഈ ഒരു ശരീരം കവറിൽ മൂടിയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതിപ്പോ കവറെല്ലാം പുറത്തെടുത്ത് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു കഴുത്തിലെ ഒരു കയർ കുടുങ്ങിയതുപോലെ ഒന്നുകിൽ തൂങ്ങി മരിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും തൂക്കി കൊന്നതായിരിക്കാം. ആ ഒരു രീതിയിലാണ് ഇപ്പോൾ കാണുന്നത്. ഈ ഒരു കാര്യം മെഡിക്കൽ എക്സാമിനർ പറഞ്ഞ്, ഓക്കെ ബാക്കി കാര്യങ്ങൾ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടേ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അല്ല നിങ്ങൾ ആരാന്നെല്ലാം നമ്മുടെ പീറ്ററിനോട് ചോദിക്കുമ്പോൾ പീറ്റർ പറയും, ഇതൊരു പക്ഷേ എന്റെ സഹോദരിയായിരിക്കാം, അവളെ നഷ്ടപ്പെട്ടിട്ട് 22 വർഷമായി, അതിനുശേഷം ഞങ്ങൾ അവളെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഇവർക്ക് രണ്ടുപേർക്ക് ഇനി വേറെ ഒന്നും ചോദിക്കാനില്ലല്ലോ, ബാക്കി അങ്ങ് അന്വേഷിച്ചാൽ മതി, ഇത്രയും നേരം ആരാണ് എന്താണ് എന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ ഹീറോ ഒരു മറുപടിയും പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ ഇവർ മൂന്നുപേരും പരിശോധിക്കാൻ തുടങ്ങുമ്പോൾ അവളുടെ ഡ്രസ്സിങ്ങിനെ പരിശോധിക്കുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ പോലീസുകാരൻ പറയുന്നത് അവൾ സ്വയം തൂങ്ങി മരിച്ചതായിരിക്കും. അപ്പോൾ പീറ്റർ ചോദിക്കും, അതെന്താ അങ്ങനെ പറയാനായിട്ട്? അല്ല ഇതിനു മുന്നേയും ഇതുപോലെ ഒരുപാട് പെൺകുട്ടികളുടെ ശരീരം തൂങ്ങി മരിച്ച അവസ്ഥയിൽ കണ്ടെത്തിയിട്ടുണ്ട്, ഇവിടെ നിന്നല്ല ഈ ഒരു ഗ്രാമത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും. ആ ഒരു സമയത്ത് വേറൊരു പോലീസുകാരൻ വന്ന്, സാർ നല്ല കൊടുങ്കാറ്റ് വരുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും സമയം ഉണ്ടാവത്തില്ല എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിൽക്കാനായിട്ട് സമയമില്ലാതെ ഇവർ നേരെ തിരിച്ചു പോകും. അത് കഴിഞ്ഞ് കാറിലിരിക്കുമ്പോൾ പീറ്റർ ആ ഒരു മെഡിക്കൽ എക്സാമിനറോട് പറയുന്നുണ്ട്, അല്ല ഈ ടെസ്റ്റ് നടത്താൻ നിങ്ങൾക്ക് എന്താ ആവശ്യമെന്ന് ചോദിക്കുമ്പോൾ അയാളായാലും ഹീറോയുടെ ഒരു മുടി മാത്രം പിഴുതിങ്ങനെ എടുക്കും, കാരണം DNA പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മുടെ പീറ്റർ നേരെ പോകുന്നത് അവന്റെ അങ്കിളിന്റെ വീട്ടിലേക്ക്. അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ
ആന്റി അവിടെ കിടന്ന് നല്ല ഉറക്കം. അടുത്തേക്ക് ചെന്നിട്ട് ആന്റി ഇത് ഞാനാണ് പീറ്റർ എന്ന് പറയുമ്പോൾ അവരാദ്യം സാധാരണ രീതിയിൽ നോക്കിയിട്ട് പെട്ടെന്ന് പേടിക്കാൻ തുടങ്ങും. ഹേയ് നീ ആരാന്നെല്ലാം ചോദിച്ചിട്ട് അവർക്കറിയാത്തതുപോലെ എന്നെ കൊല്ലാൻ വരുന്നെല്ലാം പറയുമ്പോൾ ആ ഒരു അങ്കിള് നേരെ അകത്തേക്ക് കയറി വന്ന് ഹേയ് പേടിക്കണ്ട, ഇത് പീറ്ററാണ്, നിനക്ക് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞ് ഇവരുടെ ഫാമിലി ഫോട്ടോ എടുത്ത് ഇങ്ങനെ കാണിക്കും. എന്നിട്ടാണ് പറയുന്നത്, ദേ ഇത് ആൻഡ്രിയാസിന്റെ മകൻ പീറ്റർ, ജൂലിയ, ഇവര് രണ്ടൊരു കുട്ടിക്കാലത്ത് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് എന്നെല്ലാം പറയുമ്പോഴാണ് ആ ഒരു ആന്റിക്ക് കാര്യം മനസ്സിലാവുന്നത്. സത്യത്തില് ആ ഒരു ആന്റിക്ക് നല്ല ഓർമ്മക്കുറവുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ പീറ്റർ ആരാണെന്ന് പോലും അവർക്ക് അറിയാത്തത്. ഇപ്പൊ പറഞ്ഞപ്പോ അവർക്ക് മനസ്സിലായി. അങ്ങനെ ആ ഒരു അങ്കിള് പീറ്ററിനോട് പറയും, ശരി നീ മുകളിലേക്ക് പോയിക്കോ, ഞാനിപ്പോ വരാമെന്നും പറഞ്ഞ് പീറ്ററിനെ മുകളിലെ റൂമിലേക്ക് കൊണ്ടിരുത്തിയിട്ട് അവനിപ്പോ ആഹാരം കഴിക്കുന്ന സമയത്താണ് ആ ഒരു റൂമിൽ എന്തോ ഒരു പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ ഈ ഒരു ബൈബിളിലെ എന്തോ ഒരു വചനമാണ്, നിങ്ങൾക്ക് ഏകാന്തത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്നോട് സംസാരിക്കാം എന്നുള്ള രീതിയിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പീറ്റർ ആ ഒരു അങ്കിളിനോട് ചോദിക്കും, അല്ല ഇതെന്താന്ന് ചോദിക്കുമ്പോൾ സ്കൂളിൽ നിന്ന് ഞാൻ റിട്ടയർ ആയതിനു ശേഷം എനിക്ക് ഒരുപാട് പേരെ സഹായിക്കാൻ കഴിഞ്ഞു. ഞാനും ഇവിടുത്തെ ചർച്ചിലെ ആ ഒരു ഫാദറും കൂടി ചേർന്നിട്ട് സോൾ സേവേഴ്സ് എന്ന് പറഞ്ഞ് ഒരു പുതിയ പദ്ധതി ആരംഭിച്ചു. അത് വേറെ ഒന്നുമല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് മാനസികമായിട്ട് ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അങ്കിളിനെ വിളിച്ച് സംസാരിക്കാൻ കഴിയും. അപ്പൊ അങ്കിളാണെങ്കിൽ അവരോട് ആ ഒരു രീതിയിൽ സംസാരിച്ച് അവരെ സമാധാനപ്പെടുത്തും, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്താണെന്നെല്ലാം കേൾക്കും. ഇപ്പൊ ഈ ഒരു ചർച്ചിലൊക്കെ പോയിട്ട് നമ്മൾ കുമ്പസരിക്കുമല്ലോ, അതുപോലെ വേറെ എന്തോ ഒരു സംഭവമാണിത്. അപ്പോൾ പീറ്റർ ചോദിക്കും, അല്ല ഇത് നല്ലതുപോലെ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ പറയും, അതെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമ്പോൾ ആരോടെങ്കിലും ആൾക്കാർക്ക് സംസാരിക്കണ്ടേ, അതിനാണ് ഞാനുള്ളത് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്കിൾ ഇപ്പോൾ പീറ്ററിനോട് ചോദിക്കും, ആ ഒരു ശരീരം അത് ജൂലിയുടേതാണോ? ഇല്ല ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഉടനെ തന്നെ അത് ആരുടേതാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോഴേക്കും ആ ഒരു അങ്കിള് പറയും, കുട്ടികളായിരുന്നപ്പോഴത്തേക്കും ഒരു കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോ ഇവിടെ ഒരു ഡിസ്കോ നഗരമുണ്ട്, അത് കാരണം ഒരുപാട് കുട്ടികളും വഴിതെറ്റി പോകുന്നുണ്ട്, ഞാൻ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത് നിനക്കറിയാലോ എന്നെല്ലാം പറയുന്ന സമയത്ത് അങ്കിളിനൊരു ഫോൺ കോൾ വരുന്നു. അങ്കിളായാലും നേരെ ചെന്നിട്ട് അതൊരു സ്ത്രീയാണ്, അവർക്കായാലും എന്തോ വിഷമമുണ്ടെന്ന് പറഞ്ഞ് അങ്കിളിനോട് സംസാരിക്കുമ്പോൾ അങ്കിളായാലും ഓ അപ്പോൾ നിന്റെ ഭർത്താവാണോ, അവൻ നിന്നെ വേദനിപ്പിക്കുന്നുണ്ടോ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് പീറ്റർ വെളിയിലേക്ക് നോക്കുമ്പോൾ ആരോ ഒരാള് ഈ ഒരു മഞ്ഞെല്ലാം ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട് റോഡ് സൈഡിൽ നിന്നും. അതും ഒരു ചർച്ചിന് മുന്നിലാണ് അയാൾ നിൽക്കുന്നത്. അങ്ങനെ ആ ഒരു കാര്യം കണ്ട അടുത്ത ദിവസം ഹീറോ ഈ ഒരു ചർച്ചിന് മുന്നിലൂടെ നടന്നു പോവാണ്. ആ ഒരു ചർച്ചിലെ ഫാദറിനെ ഇങ്ങനെ കാണുന്നുണ്ട്. അതേസമയം തന്നെ നമ്മുടെ അങ്കിള് ഇന്നലെ ഒരു ലേഡിയോട് സംസാരിച്ചല്ലോ, അവരുടെ ഭർത്താവ് അവരെ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം കാരണമായിട്ട് അയാൾ പറയുന്നത് അവരുടെ മകളാണ്. ആ ഒരു പെൺകുട്ടിയെ എന്തായാലും നമുക്ക് സാറാന്ന് വിളിക്കാം. അപ്പോൾ സാറയ്ക്ക് എത്ര വയസ്സുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഹീറോ ഇതിലെ നടന്നു പോകുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ ഈ ഒരു അങ്കിൾ ഫോണിൽ സംസാരിക്കുന്നത് പോലെയാണ് നമുക്ക് കേൾക്കുന്നത്. ഇപ്പൊ ഈ ഒരു അങ്കിളിനോട് പറഞ്ഞത് വേറെ ഒന്നുമല്ല, അവരുടെ മകളായിട്ടുള്ള സാറയെ ഇപ്പൊ കാണാനില്ല എന്നാണ്. അതിന് കാരണം അവരുടെ ഭർത്താവായിരിക്കാം, അയാൾ ഉപദ്രവിച്ചത് കൊണ്ടായിരിക്കാം സാറ കാണാതായത് എന്നെല്ലാം പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ പീറ്റർ, അവനിപ്പോൾ നടന്ന് അവസാനം ഈ ഒരു സ്കൂളിന്റെ വശത്തേക്ക് വന്ന് കുറച്ച് ദൂരെയായിട്ട് നോക്കുമ്പോൾ ഈ ഒരു മലയുടെ മുകളിലായിട്ട് ആരോ ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു സ്കൂളിലെ കുട്ടികളെല്ലാം ഇങ്ങനെ നോക്കുന്നു. ഇത് കണ്ട പീറ്റർ ആണെങ്കിലും പെട്ടെന്ന് തന്നെ അയാളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലും. അതുപോലെ ഇപ്പൊ ഹീറോ ഓടിപ്പോകുന്ന ഈ ഒരു സ്ഥലം അവനും അവന്റെ സഹോദരിയായിട്ട് കുട്ടിക്കാലത്ത് നിന്ന് സംസാരിച്ചല്ലോ, ആ ഒരു സെയിം സ്ഥലമാണ്. അങ്ങനെ പീറ്റർ ആയാലും പെട്ടെന്ന് ആ ഒരു മലയുടെ മുകളിലേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ആ ഒരാളെ കാണുന്നില്ല. അപ്പൊ അവിടെ ഒന്ന് രണ്ട് കുട്ടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അവരോട് ചോദിക്കും, ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും. ആ ഒരു സമയത്താണ് താഴേക്ക് നോക്കുന്നതും ഈ മഞ്ഞിൽ കിടന്നുകൊണ്ട് ഒരു ചിറക് നമ്മൾ കൈകൊണ്ട് വരച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും, കുട്ടിയായിരിക്കുമ്പോൾ സാറയുടെ സഹോദരി ജൂലിയ ചെയ്തതുപോലെ അതുപോലൊരു പാട് അവിടെ കിടപ്പുണ്ട്. അപ്പോൾ പീറ്റർ ആയാലും അവിടെ എല്ലാം അന്വേഷിച്ചിട്ടും ആ ഒരാളെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ പീറ്റർ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരും. ഇപ്പോൾ ആ ഒരു ആന്റിക്ക് എന്തായാലും പീറ്ററിനെ അറിയാം. അകത്തേക്ക് വരുമ്പോൾ ഈ ഒരു അങ്കിൾ ഇന്നലെ സംസാരിച്ച ആ ഒരു സ്ത്രീയോട് വീണ്ടും സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ അവരുടെ മകളെ കാണാതായതുകൊണ്ട് തന്നെ അവരെന്തോ ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് കേട്ട പീറ്റർ അടുത്തേക്ക് ചെന്ന് അങ്കിളിനോട് ആ ഒരു ഫോൺ ചോദിക്കുമ്പോൾ അങ്കിൾ പറയും, ഇല്ലല്ല തരാൻ കഴിയത്തില്ല എന്ന് പറയുമ്പോൾ പീറ്റർ വിട്ടുന്ന ആ ഒരു ഫോൺ വാങ്ങി, ഹലോ നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മകള് സാറ, അവളെ കാണാനില്ല, 2 ദിവസമായി. അതുമല്ല മലയുടെ മുകളിൽ ഒരു ശരീരം കണ്ടുപിടിച്ചെന്നാണ് അവർ പറയുന്നത്, അതെന്റെ മകളുടേതായിരിക്കും എന്ന് ചോദിക്കുമ്പോൾ പീറ്റർ പറയും, അതൊരിക്കലും നിങ്ങളുടെ മകളുടേതല്ല, അതെന്റെ സഹോദരിയുടേതാണ്. 20 വർഷമായിട്ട് ആ ഒരു ശരീരം അവിടെ തന്നെയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ മകൾക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, നിങ്ങളുടെ വീട് എവിടെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം ഹീറോ ചോദിച്ചു മനസ്സിലാക്കി. അത് കഴിഞ്ഞ് നമ്മുടെ പീറ്റർ അവന്റെ കാർ എടുത്ത് നേരെ ആ ഒരു ലേഡിയുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടേക്ക് ചെന്നതും ആ ഡോറെല്ലാം ചവിട്ടി തുറന്ന് അകത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവരെന്തൊക്കെയോ മരുന്നുകളെല്ലാം കഴിച്ച് മരിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ ഹീറോ ഓടി ചെന്ന് അവരെ എഴുന്നേൽപ്പിച്ചിട്ട് ഈ ഒരു കിച്ചണിലേക്ക് ചെന്ന് എന്തൊക്കെയോ വെള്ളമെല്ലാം ഇങ്ങനെ മിക്സ് ചെയ്യും. ഇനി ഉപ്പാണോ എന്തൊക്കെയാണെന്ന് അറിയത്തില്ല. അങ്ങനെ ആ ഒരു വെള്ളമെല്ലാം മിക്സ് ചെയ്ത് അത് കൊണ്ടുവന്ന് ഈ ഒരു ലേഡിക്ക് കൊടുക്കുമ്പോൾ അവരായാലും കഴിച്ചതെല്ലാം പെട്ടെന്ന് ഛർദ്ദിക്കാൻ തുടങ്ങും. അങ്ങനെ അവരെ ഒരു വിധത്തിൽ സമാധാനപ്പെടുത്തി ഇരിക്കുന്ന സമയത്താണ് അവരുടെ ഭർത്താവ് പെട്ടെന്ന് അകത്തേക്ക് കയറി വന്ന് നമ്മുടെ പീറ്ററാണ് അവരെ എന്തോ ചെയ്തെന്ന് പറഞ്ഞിട്ട് പീറ്ററിനെ അടിക്കാൻ തുടങ്ങും. പീറ്റർ ആണെങ്കിലും അയാളെ തള്ളിക്കളഞ്ഞ് അവസാനം വേറെ വഴിയില്ലാതെ തോക്കെടുത്ത് ഇങ്ങനെ കാണിച്ചിട്ട് അവരുടെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ പറയുന്നതും
ഇതുപോലെ ഞാൻ പോലീസുകാരനാണ്, അതുകൊണ്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പറയുമ്പോൾ അയാളായാലും പെട്ടെന്ന് ദേഷ്യപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അതേസമയം തന്നെ ഇവിടേക്ക് പോലീസും മറ്റ് ആംബുലൻസ് എല്ലാം വന്നിട്ട് ഈ ഒരു സ്ത്രീയെയും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്. അതേസമയം തന്നെ അവിടെയുള്ള ടേബിളിൽ നിന്നും ഒരു കത്ത് കിട്ടുന്നുണ്ട്. സാർ എഴുതിയതാണ്: പ്രിയപ്പെട്ട അമ്മയെ, എനിക്കിവിടെ താമസിക്കാൻ താല്പര്യമില്ല, ഞാൻ ഇവിടെ നിന്ന് പോവാണ്. ദയവ് ചെയ്ത് ഈ ഒരു കത്ത് അച്ഛനെ മാത്രം കാണിക്കരുത്. ഇനി ഒരിക്കലും ഞാൻ വീട്ടിലേക്ക് വരുന്നില്ല എന്നെല്ലാണ് ആ ഒരു കത്തില് എഴുതിയിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സ്ത്രീയെ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം അയാളുടെ ഭർത്താവുണ്ടല്ലോ, അയാളിപ്പോൾ അകത്തേക്ക് കയറി വന്നിട്ട് ഒരു ബിയർ എടുത്തിങ്ങനെ കുടിക്കും. അപ്പോൾ ഹീറോ വിടുന്ന്, അല്ല നിങ്ങൾ പോകുന്നില്ല അവരോടൊപ്പം? ഏയ്, ഇന്നെന്തായാലും അവളെ കൊണ്ടുപോയിട്ട് അവളുടെ വയറ് ക്ലീൻ ചെയ്യാനല്ലേ പോകുന്നത്, ഞാൻ എന്തായാലും നാളെ പോയിക്കോളാം. അല്ല, നിങ്ങളുടെ മകളെ കാണാതായിട്ട് എത്ര ദിവസമായി? 2 ദിവസം. നിങ്ങളൊന്ന് അന്വേഷിച്ചില്ലേ? അതെ, ഞാൻ അന്വേഷിച്ചു. ഈ ഒരു നഗരം മുഴുവൻ ഞാൻ അന്വേഷിച്ചു. അതേപോലെ തന്നെ ബസ് സ്റ്റേഷൻ എല്ലായിടത്തും ഞാൻ അന്വേഷിച്ചിരുന്നു. എവിടെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ, അല്ല സാറയ്ക്ക് ബോയ് ഫ്രണ്ട് ആരെങ്കിലും ഉണ്ടോ? അതൊന്നും എനിക്കറിയത്തില്ല, ഇപ്പോഴത്തെ കുട്ടികളല്ലേ. സ്കൂൾ കഴിഞ്ഞ് നേരെ വീട്ടിലേക്ക് വന്ന് റൂമിലേക്ക് കയറിയിട്ട് ആരോടൊക്കെ സംസാരിക്കുന്നത് കാണാം എന്നാ ഒരു അച്ഛൻ പറയുമ്പോൾ പീറ്റർ ചോദിക്കും, ശരി അവളുടെ റൂമൊന്ന് കാണിച്ചു തരാൻ പറയുമ്പോൾ അയാൾ പറയും, റൂമെല്ലാം കാണിച്ചു തരാം, പക്ഷേ ഈ മെയിൻ വാതിൽ നിങ്ങൾ ചവിട്ടി തുറന്നല്ലേ വന്നത്, ആ ഒരു ഡോർ കേടായി, അത് ശരിയാക്കി തരണം എന്നും പറഞ്ഞ് സാറയുടെ റൂം ഹീറോയ്ക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ്. അങ്ങനെ പീറ്റർ ആയാലും പതി അകത്തേക്ക് ചെന്നിട്ട് ആ ഒരു റൂമെല്ലാം നല്ലതുപോലെ ഇങ്ങനെ പരിശോധിക്കുന്നുണ്ട്. വേറൊന്നും കിട്ടുന്നില്ല. ആ ഒരു സമയത്താണ് ഏതോ ഒരു ചിത്രത്തിലെ 2 മാലാഖയുടെ ചിറക് വരച്ചു വെച്ചിരിക്കുന്നത് പോലെ അതേപോലെ തന്നെ അവളും അവളുടെ ഫ്രണ്ട്സുമായിട്ട് എടുത്ത ഒരു ഗ്രൂപ്പ് ഫോട്ടോ കിട്ടുന്നുണ്ട്. അതെടുത്ത് നോക്കുമ്പോഴത്തേക്കാണ് ഹീറോ ഒരു കാര്യം കാണുന്നത്. സ്റ്റാർട്ടിങ് സീനിൽ ഇവരൊരു വേശ്യാലയത്തിൽ ചെല്ലുമ്പോൾ ഓന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഇവർ രക്ഷിച്ചിരുന്നല്ലോ. ആ ഒരു പെൺകുട്ടി സാറയുടെ സുഹൃത്താണ്. ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഭർത്താവ് പറയും, ഇത് ഓന, സാറയുടെ സുഹൃത്താണ്. അല്ല, ഈ ഒരു പെൺകുട്ടി ഇപ്പോൾ എവിടെയാ? അതെനിക്കെങ്ങനെ അറിയാം? അപ്പോൾ പീറ്റർ പെട്ടെന്ന് അയാളോട് ചോദിക്കും, പിന്നെ നിങ്ങളുടെ ഭാര്യ നിങ്ങൾ ഇതിനകത്തേക്ക് കയറി വരുമ്പോൾ നീ നിന്റെ മകളെ എന്തോ ചെയ്തതുപോലെ അവൾ പറഞ്ഞിരുന്നല്ലോ, അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, അതെനിക്കെങ്ങനെ അറിയാം? ചിലപ്പോൾ അവൾക്ക് എന്നെ ഇഷ്ടമല്ലായിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നെല്ലാം പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ ഒരു വടുവൻ സാറയെ എന്തോ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് പീറ്റർ വണ്ടിയും കൊണ്ട് വേറെ എങ്ങോട്ടാണ് പോകുന്നത്. ആ പോകുന്ന സമയത്ത് തന്നെ നമ്മുടെ ജോൺ ഉണ്ടല്ലോ, അവനെ വിളിച്ചിട്ട് ഇതുപോലെ ഓന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയെ നമ്മൾ രക്ഷിച്ചില്ലേ, അവൾ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം, എനിക്ക് അവളോടൊന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞ് നേരെ ഇവിടെ അടുത്തുള്ള ഒരു നൈറ്റ് ക്ലബ് ഉണ്ട്, അവിടേക്കാണ് ഹീറോ ഇപ്പോൾ പോകുന്നത്. അങ്ങനെ ആ ഒരു ക്ലബിനകത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും അവിടെ ഒരുപാട് പെൺകുട്ടികളുണ്ട്. അങ്ങനെ അവിടേക്ക് ചെന്ന് ഒരു പെണ്ണോട് ഒരു ബിയറും ചോദിച്ചിട്ട്, അല്ല ഇതിന്റെ ഓണർ ആരാണെന്ന് ചോദിക്കുമ്പോൾ വ്ലാഡ് എന്ന് പറഞ്ഞ ഒരാളാണെന്ന് പറയും. ഓ അവനാണല്ലേ എന്ന് നമ്മുടെ പീറ്റർ ചോദിക്കുമ്പോൾ അവർ പറയും, നിങ്ങൾക്ക് അയാളെ അറിയോ? അതെ അതൊക്കെ അറിയാം, ഇപ്പൊ അവൻ ഇവിടെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെ നമ്മുടെ ബോസ് ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞൊരു റൂം കാണിച്ചു കൊടുക്കുന്നതും അതെ ഞങ്ങളുടെ ബോസ് ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുമ്പോൾ ഈ വ്ലാഡ് എന്ന് പറയുന്ന ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അത് ആരാണെന്ന്. അങ്ങനെ പീറ്റർ ആയാലും അവിടെ എല്ലാം നടന്നിട്ട് വ്ലാഡ് എന്ന് പറഞ്ഞ അവൻ ആരാണെന്ന് ഇങ്ങനെ കണ്ടുപിടിക്കുന്നു. അവനിപ്പോൾ ഒരു പെണ്ണുമായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുകയാണ്. കുറെ കഴിഞ്ഞിട്ടാണ് ആ ഒരു പെണ്ണിനെ വിളിച്ച് വെളിയിലേക്ക് വന്നിട്ട് ഇപ്പൊ അവൾക്ക് താല്പര്യമില്ലെങ്കിലും അവളോട് മോശമായിട്ട് പെരുമാറാനായിട്ട് അവൻ ഇങ്ങനെ ശ്രമിക്കും. അവളായാലും പേടിച്ച് കരയാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് നമ്മുടെ പീറ്റർ പുറകെ വന്ന് അവന് ഒരു ഒറ്റയിടി. വ്ലാഡിനിപ്പോ ആരാണ് ഇടിച്ചതെന്ന് പോലും അറിയത്തില്ല, പീറ്റർ ആണെന്ന് പോലും അറിയത്തില്ല. എന്നിട്ട് ആ ഒരു പെണ്ണോട് ചോദിക്കും, എന്താ ഇവിടെ നോക്കിയിരിക്കുന്നത്, ഇവിടെ നിന്ന് പോവാൻ പറയുന്നതും ആ ഒരു പെണ്ണ് അവിടെ നിന്നങ്ങ് പോവാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വ്ലാഡിനെ മറ്റൊരു മുറിക്കകത്തേക്ക് കൊണ്ടുവന്നിട്ട് നല്ലതുപോലെ ഇടിക്കും. അവന്റെ മുഖം ഇങ്ങനെ മൂടി വെച്ചേക്കാണ്. എന്നിട്ടാണ് സാറാന്ന് പറഞ്ഞ ആ ഒരു പെണ്ണെ നീ എന്താ ചെയ്തേ എന്നെല്ലാം ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഈ ഒരു വ്ലാഡ് എന്ന് പറഞ്ഞ ഈ ഒരു പയ്യൻ വേറെ ആരുമല്ല, കുട്ടിക്കാലത്ത് ജോലിയെ തെറ്റായിട്ടൊരു വാക്ക് പറഞ്ഞല്ലോ ആ ഒരു പയ്യൻ തന്നെയാണ് ഇവൻ. അതുമല്ല ഇവന്റെ പ്രധാന ജോലി എന്താണെന്ന് വെച്ചാൽ ഇവിടെയുള്ള പെൺകുട്ടികളെയെല്ലാം മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോയി വിൽക്കുക. അങ്ങനെയാണ് ഓന എന്ന് പറഞ്ഞ 14 വയസ്സുവരെയായിട്ടുള്ള ഒരു പെൺകുട്ടിയുണ്ടല്ലോ, അവളെ ആ ഒരു വേശ്യാലയത്തിലേക്ക് വിറ്റതും ഹീറോ അവിടെ പോയി ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചതും. കാരണം സാറയുടെ ആ ഒരു ഗ്രൂപ്പ് ഫോട്ടോയിലാണ് ഓനയെ ഹീറോ കണ്ടതും. അതനുസരിച്ച് ഇവൻ തന്നെയായിരിക്കും സാറേയും ഇതുപോലെ എവിടെയെങ്കിലും വിറ്റത് എന്നുള്ള രീതിയിൽ അവനോടിപ്പോൾ നല്ലതുപോലെ ഇടിച്ച് അവനോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അപ്പോഴാണ് വ്ലാഡ് പറയുന്നത്, സോറി എനിക്കറിയത്തില്ല, അവളുടെ അച്ഛൻ 2 ദിവസം കഴിഞ്ഞിട്ട് അവളെ എനിക്ക് ഇവിടേക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞു എന്ന് പറയുമ്പോൾ അവിടെയാണ് മറ്റൊരു കാര്യം. സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അച്ഛനുണ്ടല്ലോ, ഹീറോ നേരത്തെ സംസാരിച്ചു കൊടുത്താൻ, അവൻ തന്റെ സ്വന്തം മകളെ ഇവന് വിറ്റു. ഇപ്പൊ വ്ലാഡ് പറയുന്നത് എന്താണെന്ന് വെച്ചാല് അവൻ എനിക്ക് വിറ്റു എന്നുള്ളത് ശരി തന്നെയാണ്, പക്ഷെ ഒരിക്കലും സാറെ അവൻ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടില്ല, ഇപ്പോൾ 2 ദിവസമായിട്ട് അവളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അവൻ എന്നെ പറ്റിയാൻ ശ്രമിക്കുന്നത് എന്ന് വ്ലാഡ് ഇങ്ങനെ പറയും. ഇതും കൂടി കേൾക്കുന്നതും ഹീറോ പെട്ടെന്ന് അവന്റെ ആ ഒരു മാസ്ക് അങ്ങ് മാറ്റിയിട്ട് ഒരു കത്തിയെടുത്ത് അവന്റെ കണ്ണിലേക്ക് വെച്ചിട്ടാണ്, എന്നെ നോക്ക്, എന്നെ നിനക്കറിയോ, കുട്ടിക്കാലത്ത് എന്റെ സഹോദരിയോട് നീ എന്താ പറഞ്ഞതെന്ന് നിനക്കറിയോ? ജൂലിയ, ഇപ്പൊ അത്രയും വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും നീ അതേ തെറ്റിനാണ് ചെയ്യുന്നത് എന്നെല്ലാം പറയുമ്പോൾ ഇവിടെയാണ് അടുത്തൊരു ട്വിസ്റ്റ്. ഇപ്പൊ വ്ലാഡ് പീറ്ററിനോട് പറയും, നമ്മൾ രണ്ടുപേരും മണ്ടന്മാരായിരുന്നു, എനിക്ക് ആ ഒരു കാര്യം അറിയാം, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവളെ അങ്ങനെ വിളിച്ചത്. അപ്പോൾ പീറ്റർ ചോദിക്കും, ഹേയ് നീ എന്തായി പറയുന്നത് ചോദിക്കുമ്പോൾ അതെ അവൾ ആ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു, അതെനിക്ക് അറിയാമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അവളെ അങ്ങനെ വിളിച്ചത്.
അതുമല്ല വ്ലാഡ് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ക്രിസ്മസിലും ഒരു പെൺകുട്ടിയെ ഒരാൾ എനിക്കിവിടെ കച്ചവടം ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ആ ഒരു സമയത്ത് ആ ഒരു പെൺകുട്ടിയെ പിന്നീട് കണ്ടില്ല. അതിനുശേഷം സാറ അവളെയും കാണാതാവുന്നതിന് മുന്നേ എനിക്ക് കൈമാറണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതും കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഇതിന് മുന്നേയുള്ള ക്രിസ്മസിലും ഇതുപോലെ ഒരു പെൺകുട്ടിയെ കാണാതായി എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ പീറ്റർ നേരെ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് ഇപ്പൊ അവന്റെ സഹോദരി ജൂലിയുടെ ശരീരം ആ ഒരു ഡോക്ടറിനോട് പരിശോധിക്കാൻ പറയും. അങ്ങനെ പരിശോധിക്കുമ്പോഴത്തേക്കാണ് വയറിനുള്ളിൽ നിന്നും 9 ആഴ്ച മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെ ശരീരം ഈ ഒരു ഡോക്ടർ പുറത്തെടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിലേ വ്ലാഡ് പറഞ്ഞത് ശരി തന്നെയാണ്, ജൂലിയ ആ ഒരു സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ ഇതൊരു സാധാരണ മരണമല്ല എന്നുള്ള കാര്യം ഹീറോയ്ക്ക് മനസ്സിലായി. ഇതിലെന്തൊക്കെയോ നിഗൂഢതകളുണ്ട്. അങ്ങനെ പീറ്റർ ആയാലും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരുന്നു. അവന് നല്ല വിഷമവും ഉണ്ട്, അതേപോലെ തന്നെ ദേഷ്യമുണ്ട്. ഇറങ്ങി വെളിയിലേക്ക് വരുന്ന സമയത്താണ് ആ ഒരു ഡോക്ടർ പെട്ടെന്ന് പുറകെ ഓടി വന്നിട്ട് ഇത് അവളുടെ ഡ്രസ്സാണെന്നും പറഞ്ഞ് ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ കവറിലാക്കി കൊടുക്കും. അത് കഴിഞ്ഞ് പീറ്റർ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് ഇപ്പൊ അവന്റെ അമ്മയോട് വിളിച്ചു പറയാണ്, അതേ അമ്മ, അത് ജോലി തന്നെയാണ് എന്നുള്ള കാര്യം അവന്റെ അമ്മയോട് വിളിച്ച് പറയുന്നതും 20 വർഷമായിട്ട് അവരുടെ മകൾ എവിടെയാണെന്ന് പോലും അറിയാതെ ജീവിക്കുമായിരുന്നു. ഇപ്പോ അവരുടെ മകൾ മരിച്ചു എന്നുള്ള കാര്യം ആ ഒരു അമ്മ മനസ്സിലാക്കി. അങ്ങനെ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് സാറ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ അമ്മയുണ്ടല്ലോ, അവരെയാണെങ്കിൽ അന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. അവർക്കിപ്പോൾ കുഴപ്പമില്ലാതെ അവർ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് എന്റെ ഭർത്താവ് എന്തായാലും എന്നെ വിളിക്കാനായിട്ട് വരുന്നില്ല, അല്ല നിങ്ങളിവിടെ എന്താ ചെയ്യുന്നത് ചോദിക്കുമ്പോൾ പീറ്റർ പറയും, ശരി ഞാൻ നിങ്ങളെ വീട്ടിലേക്ക് കൊണ്ടാകാം എന്നും പറഞ്ഞ് അവരെ വിളിച്ച് കാറിലേക്ക് ഇരുത്തും. അപ്പൊ അവരുടെ കയ്യിൽ ആ ഒരു കവറുണ്ട്, പീറ്ററിന്റെ സഹോദരിയുടെ ആ ഒരു വസ്ത്രം ഉണ്ടല്ലോ അതാണ്. അങ്ങനെ അതും എടുത്ത് അവരുടെ വീട്ടിലേക്ക് ചെല്ലാണ്. അങ്ങനെ വീടിനകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കാണ് വീട് മുഴുവനായിട്ട് മലങ്കോലായിട്ട് കിടക്കുന്നു. വേറെ ഒന്നുമല്ല, ഈ ഒരു സ്ത്രീയുടെ ഭർത്താവ് പണത്തിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വീടെല്ലാം നശിപ്പിച്ചിട്ടേക്കാണ് എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത്. അങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിൽക്കുമ്പോൾ റൂമിനകത്ത് നിന്ന് എന്തോ കരയുന്ന ശബ്ദം എന്താണെന്ന് അറിയാൻ വേണ്ടി പതിയെ ആ ഒരു റൂമിനടുത്തേക്ക് ചെന്നിട്ട് ഒരു തോക്കും വെച്ച് ആ ഒരു ഡോർ പെട്ടെന്ന് തുറക്കുന്നതും ഈ ഒരു വീട്ടിൽ നായ ഉണ്ടായിരുന്നു, അതാണ് കരഞ്ഞത്. പെട്ടെന്ന് അത് വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ ഇവര് രണ്ടുപേരും കുറച്ച് അടുത്ത് നിൽക്കുമായിരുന്നു. പിന്നെ ഈ ഒരു ഫോറിൻ മൂവീസിൽ നമുക്ക് പറയണ്ട, ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ അടുത്തത് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനായിരിക്കും. അതുപോലെ തന്നെ ഇവര് രണ്ടുപേരും ഇപ്പോഴാണ് പരിചയപ്പെടുന്നത് തന്നെ. അപ്പൊ തന്നെ രണ്ടുപേരും പെട്ടെന്ന് റൊമാൻറ്റിക് ആയിട്ടിരിക്കുന്നു. അത് കഴിഞ്ഞ് പീറ്റർ പോകാനായിട്ട് നിൽക്കുന്ന സമയത്താണ് അവനൊരു ഫോൺ കോൾ വരുന്നത്. വേറെ ആരുമല്ല, ഓനാന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ചു. അവളാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. അപ്പോഴേക്കാണ് പീറ്റർ ആ ഒരു പെൺകുട്ടിയോട് പറയുന്നത്, ഓന ഞാൻ പറയുന്നത് കേൾക്ക്, നിന്റെ കൂട്ടുകാരി സാറയെ കാണാനില്ല. നിന്നെപ്പോലെ തന്നെ അവളെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുന്നേ അവൾ എവിടേക്ക് ഓടിപ്പോയി. ഒരുപക്ഷെ നിനക്കറിയോ അവൾ എവിടേക്കാണ് പോയതെന്ന്? അങ്ങനെ എന്തെങ്കിലും അറിയുമെന്ന് ചോദിക്കുമ്പോൾ അവൾ ഇല്ലാന്ന് പറയും. ഓക്കെ, അവൾക്ക് ബോയ് ഫ്രണ്ടോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അങ്ങനെ ഒരാളില്ല, പക്ഷെ അവൾ ആരെയോ കണ്ടതുപോലെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് ആരാണെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, പക്ഷേ ഉടനെ തന്നെ അത് പറയാം എന്ന് മാത്രമേ ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളൂ. അതുമല്ല ഇവിടെ ഒരു ഖനിയുണ്ടല്ലോ, ആ ഒരു ഖനിയിലെ അവർ കണ്ടുമുട്ടും എന്നുള്ള കാര്യം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ പീറ്റർ നേരെ ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. ഓടി അവിടേക്ക് ചെല്ലുമ്പോഴത്തേക്കാണ് ആ ഒരു ഓഫീസർ ഡ്രാഗോ ഉണ്ടല്ലോ, അയാൾ കുടിച്ചിട്ട് അവിടെ ഇങ്ങനെ തറയിൽ കിടക്കുന്നു. ഇത് കാണുന്നത് ഹീറോ പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കുറച്ച് പോലീസുകാരെ എന്നോടൊപ്പം ഖനിയിലേക്ക് പറഞ്ഞു വിടണം എന്ന് പറയുമ്പോൾ അയാൾ എഴുന്നേൽക്കുന്നില്ല. പെട്ടെന്നാണ് ഓക്കെ ഞാൻ ഈ ഒരു കാര്യം എന്തായാലും മുകളിലേക്ക് വിളിച്ചു പറയാൻ പോവാണെന്ന് പറയുമ്പോൾ ഡ്രാഗോ പറയും, സാർ സാർ പ്ലീസ് വിളിച്ചു പറയത്, ഞാൻ നിങ്ങളോടൊപ്പം തന്നെ വരാം എന്നും പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു പോലീസുകാരനും നമ്മുടെ പീറ്റർ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഒരു മലയുടെ മുകളിലായിട്ട് ഒരു ഖനിയുണ്ട്, അത് കുറെ നാളുകൾക്ക് മുന്നേ കത്തി നശിച്ചു പോയതാണ്. അങ്ങനെ അവിടെ ചെന്നിട്ട് എല്ലാവരും കൂടി ഇങ്ങനെ പരിശോധിക്കാണ്, അല്ല ഈ ഒരു പെൺകുട്ടികൾ ഇവിടെ വന്ന് എന്താ ചെയ്യുന്നേ എന്നുള്ള രീതിയിൽ അവരെല്ലാം പലയിടങ്ങളിലായിട്ട് നോക്കുമ്പോൾ അതിനടുത്തായിട്ട് മറ്റൊരു ബിൽഡിംഗ് ഉണ്ട്. അവിടെ നിന്നൊരു പോലീസുകാരൻ സാർ ഇവിടുന്ന് ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റർ ആയാലും പെട്ടെന്ന് അവിടേക്ക് ഓടി ചെന്ന് നോക്കുമ്പോഴത്തേക്കും അതൊരു മാലാഖയുടെ ചിറകാണ്. ഇത് മാത്രമേ ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ളൂ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും ആ ഒരു പോലീസുകാരൻ ഡ്രാഗോ ഉണ്ടല്ലോ അയാൾ പറയുന്നുണ്ട്, അല്ല ഈ ഒരു ചിറക് കണ്ടുപിടിച്ചിട്ട് നമുക്കിപ്പോൾ എന്ത് ചെയ്യാനാ, ഇതെന്തെങ്കിലും വസ്ത്രമോ മറ്റെന്തെങ്കിലും ആണോ എന്ന് ചോദിക്കുമ്പോൾ പീറ്റർ പെട്ടെന്ന് ഡ്രാഗോയെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടാണ് അവന്റെ സഹോദരി ഇട്ടിരുന്ന ആ ഒരു വസ്ത്രം എന്ന് പറഞ്ഞിട്ട് ഒരു തുണി കൊടുത്തിരുന്നല്ലോ അത് എടുത്തുകൊണ്ടൊന്ന് കാണിച്ചിട്ട് പറയും, ദേ ഇത് കണ്ടോ, ഇതൊരിക്കലും ഒരു ഡ്രസ്സല്ല, ദേ ഇതിങ്ങനെ വിരിച്ചു വെച്ച് കഴിഞ്ഞാല് ഇതൊരു മാലാഖയുടെ ചിറക് പോലെയാണ് കാണുന്നത്. ഓക്കെ, കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇതുപോലെ എത്ര പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്ന് ഡ്രാഗോയോട് ചോദിക്കുമ്പോൾ ഇല്ല എല്ലായിടത്തും കാണാതാവുന്നത് പോലെ തന്നെയാണെന്ന് പറയുന്നതും അപ്പോഴാണ് പീറ്റർ പറയുന്നത്, ജൂലിയെ കാണാതായതുപോലെ തന്നെയാണ് സാറയെയും കാണാതായിട്ടുള്ളത്. ഒരുപക്ഷെ ഇതുപോലെ തന്നെ ആയിരിക്കാം മറ്റു പെൺകുട്ടികളുടെയും കാര്യം, അത് നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ബാക്കി കാണാതായിട്ടുള്ള പെൺകുട്ടികളുടെ വിവരം എടുക്കാൻ പറഞ്ഞിട്ട് ഇവര് രണ്ടുപേരും നേരെ പോകുന്നത് വ്ലാഡ് എന്ന് പറഞ്ഞിട്ട് അവനുണ്ടല്ലോ അവന്റെ വീട്ടിലേക്കാണ്. അങ്ങനെ അവന്റെ വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും അവൻ അതിനകത്ത് മരിച്ചു കിടക്കുന്നത് ഇവനെ കൊന്നതാരാണ് എന്നുള്ള ഒരു കാര്യവും അറിയത്തില്ല. അങ്ങനെ ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വരുന്നതും പെട്ടെന്ന് വേറെ ആരൊക്കെയോ ഇവരെ രണ്ടുപേരെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഒളിച്ചു നിന്ന് അവന്മാരുടെ കാലിലേക്കെല്ലാം ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും
ഇവർക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയാതെ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ പെട്ടെന്ന് അവരുടെ കാറും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകും. നമ്മുടെ ഹീറോയ്ക്ക് തോളിൽ മാത്രമേ ബുള്ളറ്റ് കൊണ്ടിട്ടുള്ളൂ. ആ ഒരു പോലീസുകാരൻ ഡ്രാഗോയ്ക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ പീറ്ററിന്റെ മുറിവെല്ലാം വെച്ച് കിട്ടി. ഇപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇവരുടെ കൂടെയുള്ള ആ ഒരു പോലീസുകാരുണ്ടല്ലോ, അയാൾ കാണാതായിട്ടുള്ള പെൺകുട്ടികളെ പറ്റിയുള്ള ഒരു കാര്യം കണ്ടുപിടിച്ചു. എല്ലാവരെയും കാണാതായിട്ടുള്ളത് ക്രിസ്മസ് വരുന്നതിന് 1-2 ആഴ്ചകൾക്ക് മുന്നെയാണ്. അതുമല്ല ഇവർ നേരത്തെ പോയി അന്വേഷിച്ച ആ ഒരു ബിൽഡിങ്ങിലാണെങ്കിലോ വേറെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. കൂടാതെ കഴിഞ്ഞ വർഷം മുതലാണ് പെൺകുട്ടികളെ കാണാതായിട്ടുള്ളത്. ആ ഒരു സമയത്ത് കാണാതായിട്ടുള്ള ചില പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നും ഈ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ സാറയുടെ വീട്ടിൽ നിന്നൊരു ലെറ്റർ കിട്ടിയല്ലോ. ഇതുപോലെ അമ്മ, ഞാൻ എന്തായാലും മറ്റൊരു സ്ഥലത്തേക്ക് പോവാണ്, അവിടെ നല്ലതാണ്, ഞാൻ ഇനി ഒരിക്കലും തിരിച്ച് വീട്ടിലേക്ക് വരത്തില്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു കത്തുകളെല്ലാം എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ കാണാതായിട്ടുള്ള എവലിൻ എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുണ്ട്. ആ ഒരു പെൺകുട്ടിയുടെ വീട്ട് അഡ്രസ്സ് കണ്ടുപിടിച്ച് ഹീറോ നേരെ അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു പെൺകുട്ടിയാണെങ്കിൽ അച്ഛനും അമ്മയൊന്നുമില്ല, വേറെ ഏതൊരു ആന്റിയാണ് അവളെ വളർത്തിയിരുന്നത്. അപ്പൊ ആ ഒരു പെൺകുട്ടിയുടെ റൂം ഒന്ന് കാണിച്ചു തരാൻ പറയുന്നതും അവർ ചെന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ ഒരു പെട്ടിയിൽ അവൾ ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോന്നായിട്ട് എടുത്ത് ഇങ്ങനെ നോക്കാണ്. അതിലും ഈ ഒരു മാലാഖയുടെ ചിത്രമെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ഡയറി എടുത്ത് നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഒരു ഫോൺ നമ്പർ കാണുന്നു. അതേപോലെ തന്നെ ആ ഒരു ഡയറിയുടെ മുന്നിലായിട്ട് ഈ ഒരു നഗരത്തിലുള്ള ഒരു ഫാദർ ഉണ്ടല്ലോ, അയാൾ എഴുതി വെച്ചൊരു കാര്യം. അങ്ങനെ ഇത് കൂടി കാണുന്നതും അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയും ആ ഒരു പോലീസുകാരനും നേരെ ഈ ഒരു ചർച്ചിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴത്തേക്കും നമ്മുടെ പീറ്ററിന്റെ അങ്കിളും അവിടെ ഇരിപ്പുണ്ട്. ജൂലിയയുടെ ശരീരമാണ് അതെന്ന് പീറ്ററിന്റെ അങ്കിളും മനസ്സിലാക്കി. അങ്ങനെ പീറ്ററിനെ സമാധാനിപ്പിക്കുമ്പോൾ ആ ഒരു പോലീസുകാരൻ ഡ്രാഗോ ഉണ്ടല്ലോ, അയാൾ നേരെ ചെന്നിട്ട് ആ ഒരു ഫാദറിനോട് പറയും, എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന് പറയുമ്പോൾ ഫാദർ അതിന് സമ്മതിക്കത്തില്ല. അപ്പോൾ ഡ്രാഗോ ആയാലും അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ പീറ്റർ പെട്ടെന്ന് ചെന്നിട്ട് ഇതുപോലെ ഞങ്ങൾക്ക് എവലിൻ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ പറ്റിയാണ് സംസാരിക്കാനുള്ളത് എന്നും പറഞ്ഞ് ഈ ഒരു ഫാദറിനെ പിടിച്ച് അകത്തുള്ള റൂമിനകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് ഈ ഒരു ഫാദറിനോട് ചോദിക്കും, ശരി സാറ് ഇവിടെ എന്തെങ്കിലും നിങ്ങളെ കാണാനായിട്ട് വന്നിരുന്നു, എന്നാ നിങ്ങൾ അവസാനമായിട്ട് സാറെ കണ്ടത് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ ആ ഒരു ഫാദർ പറയും, അതെ അവൾ വന്നിരുന്നു, എന്നിട്ട് സാധാരണ പോലെ കുമ്പസരിച്ചിട്ട് അവൾ ഇവിടെ നിന്ന് പോയി എന്ന് പറയുമ്പോൾ നമ്മുടെ പീറ്റർ പെട്ടെന്ന് ആ ഒരു ഡയറി എടുത്ത് അയാളെ കാണിച്ചിട്ടാണ്, ഈ ഒരു ഡയറി ഓർമ്മയുണ്ടോ, കഴിഞ്ഞ വർഷം അവൾ ഇവിടേക്ക് വന്നപ്പോൾ നിങ്ങൾ എഴുതി കൊടുത്ത കാര്യമാണ്, അവളെ നിങ്ങൾ എന്താ ചെയ്തതെന്ന് ചോദിക്കുന്നതും വെളിയിലൊരുത്തൻ ഈ മഞ്ഞെല്ലാം കോരി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പീറ്റർ ചോദിക്കും, അതാരാണെന്ന് ചോദിക്കുമ്പോൾ അവന്റെ പേര് മൈക്കിൾ, ഒരുപാട് കാലമായിട്ട് എന്നെ ഇവിടെ സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നതും നമ്മുടെ ഡ്രാഗോയോട് പറയും, ശരി അവനെന്ന് പോയി നോക്കിയിട്ട് വരാൻ പറയുമ്പോൾ ഡ്രാഗോ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിപ്പോവും. ഇപ്പോൾ നമ്മുടെ പീറ്റർ സംശയിക്കുന്നത് ഈ ഒരു ഫാദറിനെയാണ്. എന്നിട്ട് അയാളോട് ചോദിക്കും, അപ്പൊ അവസാനമായിട്ട് ഇവിടെ വന്ന് കുമ്പസരിച്ചതിന് ശേഷം ഒരു പെൺകുട്ടികളെയും കാണാനില്ല, നിങ്ങളാണ് അവരെ എവിടേക്ക് കൊണ്ടുപോയിട്ടുള്ളത്, അവരെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഫാദർ ഇപ്പോഴും അറിയത്തില്ലാന്ന് തന്നെയാണ് പറയുന്നത്. അതേസമയം വെളിയിൽ മൈക്കിൾ ഉണ്ടല്ലോ, അവൻ ഇപ്പൊ ഈ ഒരു പോലീസുകാരനെ അടിച്ചിട്ട് എവിടേക്ക് ഓടുന്നു. ഇത് കാണുന്ന ഹീറോ പറയും, ഇവിടെ തന്നെ ഇരിക്കും, ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് പീറ്റർ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് നമ്മുടെ ഡ്രാഗോയെ അവിടെ അടിച്ചിട്ടേക്കാണ്. എന്നിട്ട് പീറ്റർ ആ മൈക്കിളിന്റെ പുറകെ ഇങ്ങനെ ഓടും. എന്നിട്ട് അവന്റെ പുറകെ ഓടി പോകുമ്പോൾ തന്നെ തോക്കെടുത്ത് കാണിക്കുന്നുണ്ട്, പക്ഷേ കറക്റ്റ് ഷൂട്ട് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെ ഓടി ഓടി അവസാനം അവനെ പിടിച്ചിട്ട് വിലങ്ങിടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും അവൻ സമ്മതിക്കുന്നില്ല, ഹീറോയെ അടിച്ച് കളയുന്നുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ ഹീറോ വിലങ്ങിടുന്നതും അവൻ പറയും, ഇല്ല ഞാൻ ഒരിക്കലും ഇനി അവിടേക്ക് തിരിച്ചു പോകത്തില്ല, എനിക്ക് പോകാൻ ആഗ്രഹമില്ല എന്നെല്ലാം അവൻ പറയുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവനെ ഇപ്പോൾ ജയിലിലേക്ക് കൊണ്ടുവന്ന് ഇവരെ ചോദ്യം ചെയ്യാൻ പോവാണ്. അവനാണെങ്കിൽ ഒരു മന്ദബുദ്ധിയെ പോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു സമയത്ത് ഹീറോ ഈ പെൺകുട്ടികളുടെ ഫോട്ടോ ഉണ്ടല്ലോ അതെടുത്ത് അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തിട്ടാണ്, ഇതിൽ സാറേ നീ കണ്ടിട്ടുണ്ടോ, നിനക്ക് അവളെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ അവൻ അറിയാന്ന് പറയും, ഇതുപോലെ പള്ളിയിൽ വെച്ച് കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യം പറയുമ്പോൾ ഓക്കെ, അവസാനമായിട്ട് നീ അവളെ എപ്പോഴാണ് കണ്ടത്, ആ ഒരു ഫാദർ അവളെ എന്താ ചെയ്തത്, അതോ ഇനി നീ വല്ലതാണോ എന്നെല്ലാം ചോദിക്കുമ്പോഴും ഇവൻ ഒന്നും മിണ്ടുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ഡ്രാഗോ പെട്ടെന്ന് വന്ന് അവന്റെ തല പിടിച്ച് രണ്ടു തടി മര്യാദയ്ക്ക് സത്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അവനെ അടിക്കാൻ തുടങ്ങുന്നതും പീറ്റർ ഡ്രാഗോയെ വിളിച്ച് വെളിയിലേക്ക് കൊണ്ടുവരാണ്. എന്നിട്ട് ഡ്രാഗോയെ സമാധാനപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞു വിടുന്നതും ഈ ഒരു ഫാദറിനോട് ചോദിക്കും, നിങ്ങൾ ഈ ഒരു പെൺകുട്ടികളേക്ക് എന്താ ചെയ്തേ, നിങ്ങൾ വളരെ നല്ലവനായിട്ട് ഒരിക്കലും അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്നെല്ലാം ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഫാദറും അവരെ ആരെയും ഒന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. ആ ഒരു സമയത്താണ് സാറയുടെ അച്ഛനുണ്ടല്ലോ, അവനിപ്പോ ജയിലിലേക്ക് പിടിച്ചുകൊണ്ടു തന്റെ മകളെ വിൽക്കാൻ ശ്രമിച്ചതുകൊണ്ട് അവനിപ്പോ ഹീറോയെ കാണുന്നതും ഹീറോയെ അടിക്കാനായിട്ട് വരും. എന്നിട്ട് ഹീറോയെ ഇടിച്ച് താഴെ കിട്ടി നിന്നെ ഞാൻ കൊല്ലുമെന്നെല്ലാം പറയുമ്പോൾ ബാക്കി 2 പോലീസുകാരും വന്ന് അയാളെ വലിച്ചു മാറ്റുന്ന സമയത്താണ് ഇവിടെ വെളിയിലേക്ക് നമ്മുടെ ഡ്രാഗോ എന്ന് പറഞ്ഞ ഒരു പോലീസുകാരനും മൈക്കിളും ഇറങ്ങി വരുന്നത്. ഇവര് രണ്ടുപേരും വെളിയിലേക്ക് വന്ന് നിൽക്കുമ്പോൾ മൈക്കിൾ പെട്ടെന്ന് ഡ്രാഗോയുടെ കഴുത്തിൽ പിടിച്ച് അവനെ കഴുത്ത് കഴിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നു. ഇത് കണ്ട പീറ്ററും അതേപോലെ തന്നെ ആ ഒരു ഫാദർ ഉണ്ടല്ലോ, രണ്ടുപേരും ഒരുപോലെ പറയുന്നുണ്ട്, മൈക്കിൾ അടങ്ങിയിരിക്കേ പ്ലീസ്, അവന് വെറുതെ വിടുന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമ്മുടെ പോലീസുകാരനെ കഴുത്ത് ഞെരിച്ച് കൊല്ലുമെന്നുള്ളൊരു അവസ്ഥയാവുന്നതും ആ വിക്കുള്ള പോലീസുകാരനുണ്ടല്ലോ അയാൾ പെട്ടെന്ന് തോക്കെടുത്ത് മൈക്കിളിന്റെ നെഞ്ചിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ വെടികൊണ്ട് താഴെ വീഴുന്നതും ആ ഒരു ഫാദർ മൈക്കിളിനെ മടിയിലേക്ക് വെച്ച് കിടത്തിയിട്ട് മരിക്കുന്നതിന് മുന്നേ അവനോട് ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നീ സ്വർഗത്തിൽ പോകും അങ്ങനെയാണ് എന്നുള്ള ഒരുപാട് കാര്യങ്ങൾ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വെളിയിൽ കാണിക്കുമ്പോൾ ഡ്രാഗോയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്.
ഇപ്പൊ ഈ ഒരു കൂട്ടത്തിൽ ആരാണ് കൊലയാളി, ആരാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് ഒരു പിടുത്തവുമില്ല. ആ ഒരു സമയത്താണ് ആ ഒരു വിക്കുള്ള പോലീസുകാരൻ പെട്ടെന്ന് ഹീറോയുടെ അടുത്തേക്ക് വന്നിട്ട് ഇപ്പൊ നമ്മുടെ പീറ്ററിനോട് പറയും, ഈ ഡ്രാഗോ എന്ന് പറഞ്ഞ പോലീസുകാരുണ്ടല്ലോ, അവൻ ഇയാളുടെ അങ്കിളാണ്. എന്റെ അങ്കിളാണ് എന്നെ ഒരു പോലീസുകാരനാവാനായിട്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് എന്റെ അങ്കിളിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഞാൻ അവനെ ഷൂട്ട് ചെയ്ത് കൊന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയുടെ അമ്മ വന്നിട്ട് ഈ ഒരു ഫാദർ ഉണ്ടല്ലോ അയാളോട് ചോദിക്കുന്നുണ്ട് എന്റെ മകൾ എവിടെയാണെന്ന്. അപ്പോഴായാലും ആ ഒരു ഫാദർ ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നു. അപ്പോഴേക്കും നമ്മുടെ പീറ്റർ നോക്കുമ്പോൾ മുന്നിലായിട്ട് ആ ഒരു ആന്റി ഉണ്ടല്ലോ പീറ്ററിന്റെ, അവരിങ്ങനെ നിൽക്കുന്നു. അവർക്കിപ്പോൾ ഓർമ്മയെല്ലാം നഷ്ടപ്പെട്ട് റോഡിലേക്ക് ഇറങ്ങി വന്ന് നിൽക്കാണ്. അപ്പോൾ പീറ്റർ ആയാലും ഓടി വന്ന് അവരെ പിടിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ പീറ്റർ പറയും, ഞാൻ ഇതുപോലെ നിങ്ങളുടെ അനന്തരവന്റെ മകനാണ് പീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കാണ് അവർക്ക് കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ പീറ്റർ ആയാലും അവരെ നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ ആന്റിയെ വീട്ടിലേക്ക് കൊണ്ടിരുത്തിയിട്ട് ഈ അങ്കിളിന്റെ റൂമിലെ ഫോൺ ഇങ്ങനെ റിങ് ചെയ്യാണ്. അതെടുക്കാനായിട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ആ ഒരു ഫോൺ അങ്ങ് കട്ടായി. അതേസമയം ഈ അങ്കിളിനെ ഒരുപാട് പേര് വിളിക്കുമെന്ന് പറഞ്ഞിരുന്നല്ലോ. അതുമല്ല അങ്കിളാണെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ബുക്കിൽ എഴുതി വെക്കും. അങ്ങനെ ആ ഒരു ബുക്ക് എടുത്ത് വായിക്കുമ്പോഴത്തേക്കാണ് അതിനകത്ത് അങ്കിളിനോട് സംസാരിച്ച ഒരുപാട് പേരെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ച് പോകുമ്പോഴത്തേക്കാണ് വേറെ ഒന്നുമല്ല, കാണാതായിട്ടുള്ള സാറ, അവളും ഈ ഒരു അങ്കിളിനെ വിളിച്ചിട്ടുണ്ട്. അതുമല്ല അവളുടെ സുഹൃത്തായിട്ടുള്ള ഓന എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവൾ ഈ ഒരു നഗരം വിട്ട് പോയതിന് ശേഷമുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ സുഹൃത്തിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ അവളെ വിളിക്കാൻ ശ്രമിച്ചു, പക്ഷെ അവൾ മറുപടി തരുന്നില്ല. നിങ്ങൾക്ക് മാത്രമേ എന്നെ മനസ്സിലാവത്തുള്ളൂ എന്നുള്ള ഒരുപാട് കാര്യങ്ങളും ഈ ഒരു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ പീറ്റർ പതിയെ ആ ഒരു ആന്റിയുടെ അടുത്തേക്ക് ചെന്നിട്ട്, അല്ല അങ്കിൾ എവിടെ പോയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത്, എല്ലാ ക്രിസ്മസിന് മുന്നേയും ഞാൻ പള്ളിയിൽ പോവും, എന്നിട്ട് ഓൾഗയ്ക്ക് വേണ്ടി ഞാനൊരു മെഴുകുതിരി കത്തിക്കും, അവൾ എപ്പോഴും ഇവിടെ ഉണ്ടെന്നുള്ള ഓർമ്മയില്ലേ എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഈ ഒരു അങ്കിളിനും ആന്റിക്കും ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി എങ്ങനെയോ മരണപ്പെടുകയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എല്ലാ ക്രിസ്മസിന് മുന്നേയും ഓൾഗ മരിച്ച ആ ഒരു ദിവസം നിന്റെ അങ്കിള് ഒറ്റയ്ക്ക് പോയിരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹീറോ ചോദിക്കും, എല്ലാ ക്രിസ്മസിനും അതേ അങ്ങനെ പോകുന്നുണ്ടോ? അതേ പോകുന്നുണ്ട്. ആ ഒരു പള്ളിയിലെ ഫാദർ പറഞ്ഞത് ഓൾഗ രൂപാന്തരപ്പെട്ട് ഒരു മാലാഖയായിട്ട് മാറിയെന്നാണ് നിന്റെ അങ്കിളും ആ ഒരു ഫാദറും എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നെല്ലാം പറയുമ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ പീറ്ററിന് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലായി. പീറ്റർ അങ്ങനെ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് തൻ്റെ വണ്ടിയെടുത്ത് നേരെ മറ്റൊരു വശത്തേക്ക് ഇങ്ങനെ പോവാണ്. അങ്ങനെ പീറ്റർ ആയാലും കുറേ ദൂരം വന്നിട്ട് ഈ ഒരു വണ്ടി പെട്ടെന്ന് ആക്സിഡന്റ് ആയി, ഒരു മഞ്ഞാണല്ലോ, അതുകൊണ്ട് തന്നെ ഒരിടത്തേക്ക് ഇടിച്ചു നിൽക്കുന്നതും അവൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു വീടിനടുത്തേക്ക് ഇങ്ങനെ ഓടാണ്. അപ്പോഴാണ് കാണിക്കുമ്പോൾ ആ ഒരു വീടിൻ്റെ അകത്ത് ഒരാൾ നിന്നിട്ട് ഇപ്പോൾ അവസാനമായിട്ട് കാണാതായിട്ടുള്ള സാറ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളോട് ഇങ്ങനെ സംസാരിക്കുന്നു, നീ ഇഷ്ടപ്പെടുന്നവരുടെ ലോകത്തേക്ക് നീ ഇപ്പോൾ പോകാൻ പോവാണ്, അതൊരു മാലാഖയായിട്ട് എന്ന് പറയുന്നതും അത് പറയുന്നത് വേറെ ആരുമല്ല നമ്മുടെ പീറ്ററിന്റെ അങ്കിള് ജാനോസ്. ഇപ്പൊ കാരണം എന്താണെന്ന് വെച്ചാൽ ജോനസിന്റെ മകള് മരിച്ചതിന് ശേഷം അതുപോലെ തന്നെ പെൺകുട്ടികളെ എല്ലാവരെയും ദൈവത്തിനടുത്തേക്ക് പറഞ്ഞുവിടാം, ഇവരെല്ലാവരെയും ഒരു മാലാഖയാക്കി മാറ്റി ദൈവത്തിനടുത്തേക്ക് പറഞ്ഞുവിടും എന്നുള്ള രീതിയിലാണ് ഇതുപോലെ എല്ലാ ക്രിസ്മസിന് മുന്നേയും ഈ ഒരു അങ്കിളിന്റെ മകൾ മരിച്ച ആ ഒരു ദിവസം തന്നെ ഈ ഒരു നഗരത്തിലുള്ള പല പെൺകുട്ടികളും അവരുടെ വിഷമം ഈ ഒരു അങ്കിളിനോട് വിളിച്ചു പറയുമ്പോൾ അതിലൂടെ അവരുടെ മനസ്സ് മാറ്റി അവരെ എല്ലാവരെയും കൊല്ലുന്നത്. അങ്ങനെ ഒരു സൈക്കോ ആയിരുന്നു ഈ ഒരു അങ്കിള്. അതുപോലെ തന്നെ നമ്മുടെ സാറയുടെ കഴുത്തിലും ആ ഒരു കയറിട്ട് അവളെ കൊല്ലാനായിട്ട് നിൽക്കാണ്. അതുപോലെ സാറേനെ അയാൾ ഒരുപാട് പറഞ്ഞ് വശീകരിച്ച് വെച്ചേക്കാണ്. ഇപ്പോൾ ഹീറോ ആയാലും പെട്ടെന്ന് അകത്തേക്ക് വന്നിട്ട് ആ ഒരു തോക്ക് കാണിച്ച് അങ്കിൾ അവളെ വിടാൻ പറയുമ്പോൾ അയാൾ പറയും, സാറാ അവൻ പറയുന്നതൊന്നും കേൾക്കരുത്, അതൊന്നും കാര്യമാക്കണ്ട, നീ കണ്ണടച്ച് ഞാൻ പറയുന്നത് പോലെ മാത്രം ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ പീറ്റർ പെട്ടെന്ന് സാറയെ നോക്കിയിട്ട്, സാറാ നിന്റെ അമ്മ നിന്നെ കാത്ത് വീട്ടിലുണ്ട് എന്ന് പറയുമ്പോൾ അവളുടെ മനസ്സ് ചെറുതായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഈ ഒരു അങ്കിള് വീണ്ടും അവളോട് ആ ഒരു കാര്യം തന്നെ പറഞ്ഞ് അവള് കണ്ണടയ്ക്കുന്നതും പെട്ടെന്ന് ആ ഒരു ചെയറ് തട്ടി അങ്ങ് മാറ്റും. ആ ഒരു സമയത്ത് പീറ്റർ പെട്ടെന്ന് ഈ ഒരു അങ്കിളിനെ ഷൂട്ട് ചെയ്ത് നേരെ ചെന്ന് സാറയെ ഇങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് സാറയോട് പറയുന്നുണ്ട്, സാറാ അടങ്ങിയിരിക്കും, ഇല്ലാന്നുണ്ടെങ്കിൽ കയറ് മുറുകുമെന്ന് പറഞ്ഞിട്ട് ഒരു വിധത്തില് ആ ഒരു കയറ് ഒരു കത്തി കൊണ്ട് അറുത്തങ്ങ് മാറ്റും. അങ്ങനെ താഴെ കിടത്തിയിട്ടാണ് നമ്മുടെ സാറയോട് ചോദിക്കും, സാറേ ഇപ്പോൾ ഓക്കെ അല്ലേ എന്നെല്ലാം ചോദിക്കുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഈ ഒരു അങ്കിള് അയാൾ എഴഞ്ഞെഴഞ്ഞിങ്ങനെ പോവാണ്. അപ്പോൾ കൂടെ വന്ന് അയാളെ പിടിച്ചിട്ടാണ് ചോദിക്കുന്നത്, അപ്പോൾ അന്ന് ജൂലിയെ കൊണ്ടുപോയി കൊന്നത് നിങ്ങളാണല്ലേ, എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ അവളുടെ കണ്ണുകളിലുണ്ടായിരുന്നു അവളൊരു തെറ്റ് ചെയ്തു, അതിനുവേണ്ടി അവൾക്ക് ഈ ഒരു ലോകം വിട്ട് പോകണം, അതും ദൈവത്തിൻ്റെ അടുത്തേക്ക്, അതിനുവേണ്ടിയാണ് ഞാൻ അവളെ സഹായിച്ചത് എന്നുള്ള ആ ഒരു കാര്യം ഈ ഒരു അങ്കിള് പറയുന്നതും ജൂലി അന്ന് ആ ഒരു സ്കൂളിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവൾ പ്രഗ്നന്റ് ആണെന്ന് ഇയാൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂലിയയ്ക്ക് പാപമോചനം കൊടുത്ത് ആ ഒരു രീതിയിൽ അവളെ കൊല്ലുമായിരുന്നു അയാള്. ഇതെല്ലാം അയാൾ സ്വയം ചെയ്യുന്നതല്ല, ഇവരെ പറഞ്ഞ് മയക്കി അവരെ കൊണ്ട് തന്നെ അത് ചെയ്യിപ്പിക്കുന്നതാണ്. അപ്പോഴേ ഹീറോ ചോദിക്കും, ശരി അങ്ങനെയാണെങ്കിൽ കാണാതായിട്ടുള്ള ബാക്കി പെൺകുട്ടികൾ ഈ ഒരു വാലൻ നഗരത്തിൽ അവരെവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആ ഒരു അങ്കിള് പറയും, ആ ഒരു മലയുടെ താഴ്വാരങ്ങളിലെ ആ താഴ്വാരങ്ങളിലെ മുഴുവനായിട്ടും പെൺകുട്ടികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്ന് പറയുന്നതും ഇയാൾ കൊന്ന ഒരുപാട് പെൺകുട്ടികളെയും ഈ ഒരു മലയുടെ വശത്താണ് കുഴിച്ചിട്ടിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഈ ഒരു മൂവിക്ക് വാലൻ വാലി ഓഫ് ഏഞ്ചൽസ് എന്നുള്ള ആ ഒരു പേര് തന്നെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞ് കാണിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ പീറ്റർ രക്ഷപ്പെടുത്തിയ സാറ എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിയെ അവിടെ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നു. അതോടെ ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങളുടെ അഭിപ്രായം എന്തായാലും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ല മൂവിയായിട്ട് ഉടനെ തന്നെ വരാം. അതുവരയ്ക്കും ബൈ.